അട്ടപ്പാടി മധു കൊലപാതക കേസിൽ പ്രതികളുടെയും സർക്കാരിന്റെയും അപ്പീലുകളിൽ തിങ്കളാഴ്ച ഹൈക്കോടതി വിധി പറയും. ജയിലിലുള്ള പ്രതികളെ തിങ്കളാഴ്ച ഹാജരാക്കണം. ജാമ്യത്തിലുള്ളവരും ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, മലയാളികൾ മധുവിനെ ഒരിക്കലും മറക്കില്ല. ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി അരിയെടുത്തതിന് മരത്തിൽ കെട്ടിയിട്ട് അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. എന്തായാലും ആ കേസിൽ ഇപ്പോൾ പ്രതികളുടെയും സർക്കാരിന്റെയും അപ്പീലുകളിൽ തിങ്കളാഴ്ച ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ്. എന്താണ് അപ്പീലുകളിൽ പറയുന്ന പ്രധാന ആവശ്യം? ഒപ്പം ജയിലിലുള്ള ഏതൊക്കെ പ്രതികളാണ് ഹാജരാകേണ്ടത്? അട്ടപ്പാടി മധു കൊലപാതക കേസിൽ പ്രതികൾ നൽകിയ അപ്പീലും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വിധി പറയാനായിട്ടിരിക്കുന്നത്. അന്നേ ദിവസം ഈ ജയിലിൽ കഴിയുന്ന ഈ പ്രതികളെ ഹാജരാക്കാനായിട്ടുള്ള നിർദ്ദേശം പ്രൊഡക്ഷൻ വാറന്റ് നിലവിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ശിക്ഷ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശിക്ഷ മരവിപ്പിക്കപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ ചില പ്രതികളുണ്ട്. അവരെ ഹാജരാകണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലെ ആവശ്യമെന്ന് പറയുന്നത് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നുള്ളതാണ്. നിലവിൽ വിചാരണ കോടതി നൽകിയ ശിക്ഷ കുറഞ്ഞു പോയിട്ടുണ്ട്. വിചാരണ കോടതി വെറുതെ വിട്ട 3 പ്രതികളെ ശിക്ഷിക്കണമെന്നുള്ള ആവശ്യവും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അപ്പീലിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളുടെ അപ്പീലിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ വിചാരണ കോടതിയുടെ ശിക്ഷ അത് റദ്ദാക്കിക്കൊണ്ട് തങ്ങളെയൊക്കെ തന്നെ വെറുതെ വിടണമെന്നുള്ളതാണ് ഈ 14 പ്രതികളും ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം. ഈ 2 അപ്പീലുകളിലുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. നേരത്തെ ഈ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. അതിനിടയിലാണ് ശിക്ഷ ചില പ്രതികളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവരെ ജാമ്യത്തിലൊക്കെ തന്നെ വിട്ടത്. എന്തായാലും ഈ ഹൈക്കോടതി അപ്പീലിൽ വിധി പറയാനിരിക്കുന്ന അതേ സാഹചര്യത്തിൽ ഈ പറയുന്ന എല്ലാ പ്രതികളും ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടി വരും. വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. എന്തായാലും ഈ കേസിൽ വിധി പറയാനിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. 14 പ്രതികളായിരുന്നു ശിക്ഷിക്കപ്പെട്ടത്. 2 പേരെ വിചാരണ കോടതി വെറുതെ വിടുകയും ചെയ്തു. 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമായിരുന്നു ഈ 13 പ്രതികൾക്ക് നേരത്തെ വിചാരണ കോടതി നൽകിയത്. പക്ഷെ അത് കുറഞ്ഞ ശിക്ഷയാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അശ്വതി. ശരി രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും അട്ടപ്പാടി മധു വധക്കേസിൽ പ്രതികളുടെയും സർക്കാരിന്റെയും അപ്പീലുകളിൽ തിങ്കളാഴ്ച ഹൈക്കോടതി വിധി പറയാൻ ഒരുങ്ങുകയാണ്. ഒരുപാട് ആവശ്യങ്ങളുമായാണ് ഈ 2 അപ്പീലുകളും ഹൈക്കോടതിക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വിധി എന്താകുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.